നമ്മളിപ്പം ഷോ തുടങ്ങുന്നതിന് മുന്നേ സംസാരിച്ച സമയത്ത് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ളൊരു കുറേ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് മിഥ്യാധാരണകളുള്ളതിൻ്റെ കൂട്ടത്തിൽ പോക്സോനെ കുറിച്ച് എന്നോട് ഉം. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് പോക്സോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു സെക്ഷൽ ഉം. ഇതാണ്. അതായത് സെക്ഷലി അബ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോക്സോ എന്ന് പറയുന്നത്. 18 ഇയേഴ്സിൽ താഴെയുള്ള കുട്ടികളെ എന്നുള്ളതാണ് ഒരു പൊതുധാരണ. ഉം. ശരിക്കും എന്താണ് പോക്സോ? പിള്ളേർക്കെതിരെയും ഉള്ള ഒഫൻസസ്, ഇറ്റ് നീഡ് നോട്ട് ബി സെക്ഷൽ ഒഫൻസസ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. പിള്ളേരെ നമ്മളിപ്പോൾ തല്ലുന്നത് പോലും ഒരു ഒഫൻസാണ്. പോക്സോ എന്ന് പറയുന്നത് ഇസ് ബീങ് ഗവേൺഡ് ബൈ എ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന് അണ്ടറിൽ വരുന്നത് പിള്ളേർക്കെതിരെയുള്ള ഏത് ഒഫൻസും ആവാം. ഈ പോക്സോ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ സെക്ഷൽ ഒഫൻസ് ആണെന്ന് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജെ ആക്ട് എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും, ജെ ആക്ടിന് അണ്ടറിൽ വരുന്ന എല്ലാ കേസുകളും പോക്സോ കോടതിയിലാണ് എടുക്കുന്നത്. ഇറ്റ് നീഡ് നോട്ട് ബി സെക്ഷൽ ഒഫൻസസ് എലോൺ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇപ്പോൾ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജെനുവിൻ അഗ്രീവ്ഡ് വിമൻ ഉണ്ട്, ബട്ട് മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകളാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിള്ളേരും കൂടെ ഉണ്ടെന്ന് കാണുമ്പോൾ ഈ പിള്ളേരെ കൊണ്ട് പോക്സോ കേസുകളും കൊടുപ്പിക്കും ഫാദേഴ്സിനെതിരെ. ആൻഡ് ദാറ്റ്സ് വെരി 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 സാഡ്. ഇപ്പോൾ ഒരു റേപ്പ് കേസിൽ അക്യൂസ്ഡ്, പുള്ളിയുടെ ഫോട്ടോ എല്ലായിടത്തും വരും. ജെന്യൂൻ കേസാണോ അല്ലയോ എന്നൊക്കെ കോടതിയുടെ ട്രയലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് വിൽ ടേക്ക് ആംപിൾ നമ്പർ ഓഫ് ഇയേഴ്സ്. ആ ഒരു ലെറ്റ്സ് 5 കൊല്ലമാണ് ആ കേസ് ഡിസൈഡ് ചെയ്യാൻ എടുക്കുന്നതെന്നിരിക്കട്ടെ. 5 കൊല്ലം കൊണ്ട് തീരുമെന്ന് കണ്ടറിയണം. ബട്ട് എന്നാലും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ടൈറ്റ്ലി ദി അതർ സൈഡ് ഒപ്പോസസ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഇയേഴ്സ് കടന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവസാനം ട്രയലൊക്കെ കഴിഞ്ഞ് കോടതി വിധിയിടുമ്പോൾ പുള്ളി നിരപരാധിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുള്ളി കഴിഞ്ഞ 5-8 കൊല്ലമായിട്ട് കടന്നു പോയ കേസുകൾ ഇപ്പൊ നമ്മൾ ഉണ്ട്. കേൾക്കുന്നുണ്ട്. ഒരു ടീച്ചറിനെതിരെ ഒരു സാറിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്. പക്ഷെ പുള്ളി പറയുന്നു പുള്ളിയുടെ കൂടെ ഫാമിലി നിന്നു. ഫാമിലി കൂടി നിന്നില്ലെങ്കിൽ കേസുകളുണ്ട്. പുള്ളി ഒന്ന് അക്വിറ്റ് ചെയ്തെന്നിരിക്കട്ടെ, ഈ കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് പുള്ളി കടന്നുപോയ ഈ സൊസൈറ്റിയിലെ നാണക്കേട്, മെന്റൽ ട്രോമ, ഞാൻ ഇമോഷൻ പറയണേ കുറ്റവിമുക്തനാക്കി എന്നുള്ളത് ഒരു ന്യൂസ് പോലും വരുന്ന എനിക്ക് തോന്നുന്നില്ല. വളരെ റയറായിട്ടാണ് വരുന്നത്. പക്ഷെ അല്ലെങ്കിൽ 24 hours അയാളുടെ മുഖം നമ്മൾ കാണും. തെറ്റുകാരനാണെന്ന് പറയപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും ചെയ്യുന്നവരുണ്ട് കേട്ടോ, അത് തള്ളിക്കളയല്ല. ചെയ്യാത്തവരാവുമ്പോൾ അവർക്ക് നാച്ചുറലി അവരുടെ ഉള്ളിലൊരു ഗിൽറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ദീപക്കൊക്കെ ആത്മഹത്യ ചെയ്തത്. കാരണം പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പോക്സോ പറഞ്ഞു വരുമ്പോൾ പെമ്പിള്ളേരാവുമ്പോൾ അതായത് ഡിവോഴ്സിന് വേണ്ടി ഇതിനെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഉണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഈ പോക്സോ കോടതിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് അപ്പന്മാർക്ക് അവിടെ വന്ന് നിൽക്കാൻ. സാധാരണക്കാർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു ദ കോർട്ട് ടു ഡിസൈഡ്. ചെയ്തില്ല എന്നിരിക്കട്ടെ, ചെയ്തു എന്നിരിക്കട്ടെ, അവനകത്ത് പോകേണ്ടവൻ തന്നെയാണ്. 100% ഞാൻ പറയുന്നുണ്ട്. പുള്ളി അകത്ത് പോകണം, നോ കോംപ്രമൈസ്. ഒരു ഗിൽറ്റും അതിൽ തോന്നുന്നുണ്ട്. അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനകത്ത് പോകണം. പക്ഷെ ചെയ്യാത്തവരാവുമ്പോൾ ഈ 5-8 കൊല്ലം ഈ കേസ് ഡിസൈഡ് ചെയ്യാൻ എടുക്കും. ഓരോ പോസ്റ്റിങ്ങിനും ഈ പുള്ളി കോടതി വരണം. കോടതി വരുമ്പോഴത്തേക്കും പോക്സോ കോടതിയിൽ ആൾക്കാരെ എല്ലാവരും നോക്കുന്ന ഒരു വേറെ ആംഗിളിലാണ്. പോക്സോ കോടതിയിൽ മറ്റു കേസുകളില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസിലായിരിക്കും അവർ വന്നേക്കുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അത് ഈ ഒരു ധാരണ കൊണ്ടുകൂടിയാണല്ലേ ആണ്. കാരണം എല്ലാവരുടെ മനസ്സിൽ സെക്ഷൽ ഒഫൻസ് എന്നാണ് മനസ്സിൽ എല്ലാവരുടെയും കൂടുതൽ 90% ആൾക്കാരുടെ മനസ്സിലിരിക്കുന്നത്. കാര്യം ഒരുപാട് പേരോട് എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സെക്ഷൽ ഒഫൻസ് ആണോ, അയ്യോ പോക്സോയിൽ ഞാൻ അകത്ത് പോവോ? കാര്യം അമ്മമാർ ട്യൂട്ടർ ചെയ്ത് പെമ്പിള്ളേരെ കൊണ്ട്, അല്ലെങ്കിൽ ആമ്പിള്ളേരായിക്കോട്ടെ പെമ്പിള്ളേരായിട്ട്, പെമ്പിള്ളേരാകുമ്പോഴാണ് ഈ ഗ്രൗണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നത്. കാര്യം ഫാദേഴ്സ് പെമ്പിള്ളേർ റേപ്പ് ചെയ്ത കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കേൾക്കുന്ന കൂടെ സ്ഥിതിക്ക് ദർ ഇസ് എ പോസിബിലിറ്റി അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് ഇവരെ കാണുന്നത് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പനെതിരെ മോള് പോക്സോ കേസ് കൊടുക്കുക പറയുന്നത് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത. ഞാൻ അങ്ങനത്തെ കേസുകൾക്ക് പോയിട്ടുണ്ട്, ഫാദേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനും പോയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഞാനപ്പോൾ എൻ്റെ ക്ലയൻസിനോട് പറയും, നിങ്ങൾ വരണ്ടാത്ത ദിവസങ്ങൾ വരണ്ട, അത്രയും കോടതി ഇൻസിസ്റ്റ് ചെയ്യുന്ന ദിവസം വന്നാൽ മതി. കാരണം ഇവർ ഈ കടന്നു പോകുന്ന നമ്മളും കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ. എനിക്ക് ഈ ഇച്ചിരി ഇമോഷൻസൊക്കെ ഉള്ള ആളായതുകൊണ്ട് നമ്മളിത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം അവർ ആ ബോക്സിൽ കയറി നിൽക്കണം, പ്രതികൾ നിൽക്കുന്ന ബോക്സിൽ കയറി നിൽക്കണം. അവർ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ രണ്ടാമത്തെ കാര്യം. ചെയ്തിട്ടുണ്ടെങ്കിൽ ആസ് ഐ സെഡ് ഹി ഹാസ് ടു ഗോ ബിഹൈൻഡ് ബാർസ്. ചെയ്തിട്ടില്ല എന്നിരിക്കട്ടെ, ഈ ഇത്രയും കൊല്ലം കൊണ്ട് ഈ കേസ് ഡിസൈഡ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളി അവസാനം വിട്ടു, അക്വിറ്റ് ചെയ്തു. പിന്നെ എന്തിനായിരുന്നു ഈ ഡ്രാമയൊക്കെ?
ജസ്റ്റ് ആ ഒരു ഇൻസൾട്ട് അപ്പോൾ ഈ അമ്മമാരുടെ ഒരു കോൺസെപ്റ്റ് എന്താ അറിയോ, ഒരു പോക്സോ കൊടുക്കുക, ഒരു ഡൊമസ്റ്റിക് വയലൻസ് കൊടുക്കുക, ഒരു 498 കൊടുക്കുക, മെയിൻ്റനൻസ് കൊടുക്കുക. ദേ ഹാവ് ദിസ് തോട്ട്, ഈ കേസുകളൊക്കെ കൂടെ അവരങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ദേ ഹാവ് എൻ അപ്പർ ഹാൻഡ്. ഇത്രയും കേസുകൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവർ പറയുന്ന പോയിന്റിലേക്ക് ഇവരെ മുട്ടുകുത്തിക്കാം. അവരിപ്പോൾ 1 കോടി പറഞ്ഞാൽ 1 കോടി പുള്ളി തരും. അങ്ങനെ ഒരു തോട്ടുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ഈ പിള്ളേർ, അപ്പോൾ അൾട്ടിമേറ്റ്ലി ഹൂ ഇസ് ലൂസിങ്? പിള്ളേരാണ് ഈ ലൂസ് ചെയ്യുന്നത്.